ഹലോ ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസി ഇംഗ്ലീഷിലുള്ള ദ ഫേസ് ഓഫ് ജൂദാസ് ഇസ്കാരിയോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അതിൻ്റെ ഒരു സമ്മറൈസ്ഡ് വേർഷനും തീം എക്സ്പ്ലനേഷനും ആണ് കേട്ടോ. ടെക്സ്റ്റിലുണ്ട് ഷോർട്ട് സ്റ്റോറി. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു സ്റ്റോറിയാണ്, പക്ഷെ വളരെ ഹ്യൂജ് ഇമ്പാക്റ്റ് ഉള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. സോ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സമ്മറിയാണ്. നിങ്ങൾക്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ PDF ആയിട്ടുള്ള നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. സോ ദ ഫേസ് ഓഫ് ജൂദാസ് ഇസ്കാരിയോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കഥാർത്തിക് ഷോർട്ട് സ്റ്റോറി, ഒരു കഥാർസിസ് നടക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. കഥാർസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു പ്രോബ്ലം ഉണ്ടാവും, ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ ഒരു ഹ്യൂജ് ഫാക്റ്റ് കാണിക്കുന്ന സ്റ്റോറീസിനെ കഥാർത്തിക് സ്റ്റോറീസ് എന്ന് പറയാം. And which speaks about identity, recuperation, and societal judgment portrayed through the cryptic protagonist. The story was said by a priest Bonnie Chamberlain during his childhood days. ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ബോണി ചേംബർലൈൻ എന്ന് പറഞ്ഞ ആൾക്ക് അയാളുടെ ചൈൽഡ്ഹുഡിൽ ഒരു പള്ളിയിലച്ഛൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തൊരു സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ സൊസൈറ്റിയൽ ജഡ്ജ്മെൻറ്റ്, ഇങ്ങനത്തെ തീംസാണ് ഇതിൽ പറയുന്നത്. ഞാൻ ആദ്യം സ്റ്റോറി പറഞ്ഞുതരാം, എന്നിട്ട് നമ്മുടെ തീംസിൽ പറയുന്ന ഏരിയാസ് ഡിസ്കസ് ചെയ്യാം. സോ ഒരു ആർട്ടിസ്റ്റിന് ഒരു മ്യൂറൽ പെയിൻറ്റിങ്, ലൈഫ് ഓഫ് ജീസസിനെ കുറിച്ചിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ് വരയ്ക്കാനായിട്ട് ഒരു ഡ്യൂട്ടി കിട്ടുകയാണ്. സിസിലിയൻ ടൗണിലുള്ള ഒരു കത്തീഡ്രൽ, ഒരു പള്ളിയിൽ, സിസിലിയൻ ടൗൺ എന്ന് പറഞ്ഞുള്ള സിസിലിയൻ ടൗൺ ഒരു ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു കൺട്രിയിലുള്ള ഒരു പള്ളി, അവിടെ ഒരു വലിയ പെയിൻറ്റിങ് വരയ്ക്കാനായിട്ട്. ആ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫുൾ ലൈഫും വേണം. ഫ്രം ചൈൽഡ്ഹുഡ് ടു അയാളുടെ ഡെത്ത് നടക്കുന്നത് വരെ. സോ ഒരു പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റിനെ എൻഗേജ് ചെയ്യാണ്. സോ ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ഡീലിനേറ്റഡ് ഹാർഡ് വർക്ക് ദി ആർട്ടിസ്റ്റ് കംപ്ലീറ്റഡ് ദ പെയിൻറ്റിങ് വിതൗട്ട് ദ ഫേസ് ഓഫ് ടു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്. അപ്പോൾ കുറേ കാലത്തെ ഹാർഡ് വർക്ക്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് വരയ്ക്കുന്ന പെയിൻറ്റിങ് അല്ല, വർഷങ്ങളെടുത്ത് വരയ്ക്കുന്ന പെയിൻറ്റിങ് ആണ്. പണ്ട് കാലത്തൊക്കെ വർഷങ്ങളെടുത്തിട്ടാണ് ഓരോ പെയിൻറ്റിങ്ങുകൾ വരയ്ക്കുക ആളുകൾ. സോ കഥ നടക്കുന്ന പണ്ടാണ്. അപ്പോൾ ഇയാൾക്ക് എല്ലാ ആളുകളുടെ ഫേസും വരച്ചു കഴിഞ്ഞു, പക്ഷെ 2 ആളുകളുടെ ഫേസ് ഇയാൾ വരച്ചിട്ടില്ല. അതിലാരൊക്കെയാണ്? ഒന്ന് ചൈൽഡ് ജീസസ്, ഒരു ജീസസിൻ്റെ ചൈൽഡായിട്ടുള്ള ജീസസിൻ്റെ മുഖവും, അതുപോലെ തന്നെ യൂദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൻ്റെ. യൂദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ മലയാളത്തിലാണ് യൂദാസ് എന്ന് പറയുക, ഇംഗ്ലീഷിൽ ജൂദാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജൂദാസ് എന്നുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് ബൈബിളിൻ്റെ റെഫറൻസ് അറിയെങ്കിൽ ലാസ്റ്റിൽ യേശുവിനെ ഒറ്റി കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു, പക്ഷേ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ടേം, 30 വെള്ളി കാശിന് ഒറ്റി കൊടുത്തിട്ടുള്ള ആൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളാണ് ഈ ജൂദാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യേശുവിനെ ഇവരുടെ ആളുകൾക്ക് കൊല്ലാനായിട്ട് ഒറ്റി കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ 2 മുഖങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഇയാൾക്ക് ഇത്ര കാലം എടുത്തിട്ടും അവർക്കുള്ള ഫേസ് കിട്ടിയില്ല. സോ ആഫ്റ്റർ ആൻ എക്സസീവ് സെർച്ച് ഹി ഫൗണ്ട് ദ ഫേസ് ദാറ്റ് ഹി വാണ്ടഡ്. കുറച്ച് കാലങ്ങൾ ഇയാൾ സെർച്ച് ചെയ്ത് ഈ ചൈൽഡ് ക്രൈസ്റ്റിനുള്ള ഫേസ് ഇയാൾ കണ്ടുപിടിക്കുകയാണ്. ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ സ്ട്രീറ്റ്, കുട്ടികൾ സ്ട്രീറ്റിൽ കളിക്കുന്ന സമയത്ത് അതിലൊരു കുട്ടിയുടെ ഫേസ് വെച്ചിട്ട് ഇയാൾ ചൈൽഡ് ക്രൈസ്റ്റിൻ്റെ ഫേസ് കംപ്ലീറ്റ് ചെയ്യാണ്. പക്ഷേ യൂദാസിൻ്റെ ഫേസിന് ഒരാളെ കിട്ടിയില്ല. ഒരുപാട് കാലം ഇയാൾ സെർച്ച് ചെയ്യണം. ഹി സെർച്ച് ഫോർ ഇയേഴ്സ് ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് അപ്രോപ്രിയേറ്റ് ഫേസ് ഫോർ യൂദാസ് ഇസ്കാരിയോട്ട്. അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിയാണ് കേട്ടോ, ഈവൻ ഇയേഴ്സ് കഴിയാണ്. ഫൈനലി വൺ ഹി ഫൗണ്ട് ദ ഫേസ് ഹി വാണ്ടഡ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇയാൾക്ക് ഒരു മുഖം കിട്ടുകയാണ്. ഇറ്റ് വാസ് എ ഫേസ് ദാറ്റ് മാർക്ക്ഡ് എവറി സിൻ ഓഫ് മാൻകൈൻഡ്. ആ മുഖത്ത് നോക്കിയാൽ തന്നെ മനുഷ്യൻ ചെയ്ത എല്ലാ പാപത്തിനുമുള്ള ഒരു പാപിയുടെ മുഖം പോലെയാണ് ഇയാൾക്ക് തോന്നിയത്. അയാളെ കണ്ടുപിടിക്കുന്നത് ഒരു ടാവേണിൽ വെച്ചിട്ടാണ്. ടാവേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറില്ലേ, ഒരു തരം ബാറാണ്. പണ്ട് കാലത്തുള്ള ബാറിൻ്റെ പേരാണ് ടാവേൺ എന്ന് പറയും. യാത്രക്കാർ, ദൂരെ സഞ്ചരിക്കുന്നവരെല്ലാവരും റെസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ടാവേൺ. അവിടെ വെച്ചിട്ടാണ് ഇയാളെ കണ്ടുപിടിക്കുക. ഈ ടാവേൺ എന്നൊക്കെ പറയണത് നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള എൻ്റെ ഓപ്പോസിറ്റ് സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ജൂദാസ് എന്നുള്ള ഒരാളുടെ മുഖം കിട്ടുക ഇയാൾക്ക്. അത് വർഷങ്ങൾ കഴിഞ്ഞാട്ടോ, ഇയാൾ 1-2 വർഷമൊന്നുമല്ല, മോർ ദാൻ ഒരുപാട് 5 to 8 or 10 years ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഫേസ് കണ്ടുപിടിക്കുന്നത്. ആസ് ദി ആർട്ടിസ്റ്റ് വാസ് ഏർണസ്ലി കംപ്ലീറ്റിംഗ് ദ പെയിൻ. എന്നിട്ട് ഇയാളെ വിളിച്ചിട്ട്
ഇയാൾ കൊണ്ടുവരും, വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇയാൾ പെയിൻറ് ചെയ്യാനാണ്, നിനക്ക് എത്ര വേണമെങ്കിലും ഭക്ഷണവും അതുപോലെ മദ്യമൊക്കെ തരാണെങ്കിൽ തരാം, വൈൻ തരാം, ക്ലോത്തിങ് തരാം എന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്തിട്ട് ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അത് ടെക്സ്റ്റിലുള്ള സ്റ്റോറിയിൽ എക്സ്പ്ലനേഷൻ ഉണ്ട്, ഇത് സമ്മറിയാണ് കേട്ടോ. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇയാളിങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, ആ പെയിൻറ്റിങ് അവൻ്റെ മുഖം വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ആളുടെ, ഈ വരയ്ക്കാനായിട്ട് കൊണ്ടുവന്ന ആളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ കണ്ണുനീര് ഒഴുകുന്നത് ഇയാൾ കാണുകയാണ്. ഓക്കെ, അപ്പോൾ ഇയാൾ എന്നിട്ട് അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ കരയണത് എന്ന് ചോദിക്കുകയാണ്. സോ ദ മാൻ വിത്ത് പ്ലീഡിങ് ഐസ് റിവീൽഡ് ദാറ്റ് ഹി വാസ് ദ സെയിം മോഡൽ ഹൂസ് ഫേസ് വാസ് പെയിൻറ്റഡ് ഫോർ ദ ക്രൈസ്റ്റ് ചൈൽഡ്. ആൾ എന്നിട്ട് കണ്ണീരോടുകൂടെ പറയുകയാണ്, ഈ നിങ്ങൾ കുറച്ച് കാലം മുന്നേ ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ കുട്ടിയായിട്ട് അല്ലെങ്കിൽ ചൈൽഡ് ജീസസ് ആയിട്ട് വരയ്ക്കാനായിട്ട് ഞാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതേ ആൾ തന്നെയാണ് ഇപ്പോൾ ഇയാൾ വർഷങ്ങൾക്ക് ശേഷം യൂദാസിൻ്റെ ഫേസ് വരയ്ക്കാനായിട്ട് ഇയാൾ ചൂസ് ചെയ്തത്. അപ്പോൾ രണ്ടുപേരും ഒരാൾ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിൽ പറയണമെന്ന് വെച്ചാൽ, ദ സ്റ്റോറി ട്രൈ ടു ട്രാവൽ ടു ദ തീം ഓഫ് ഇന്നസെൻസ്, കറപ്ഷൻ, റിക്ലമേഷൻ ത്രൂ ദ ലൈഫ് ഓഫ് ബോത്ത് ആർട്ടിസ്റ്റ് ആൻഡ് മോഡൽ. ഇന്നസെൻസ് എന്നുള്ളൊരു ഫാക്ടർ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് ഒരാൾ കടക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാധനമാണ്. അപ്പം ഞാൻ നമ്മൾ ലിറ്ററേച്ചറിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും പറയുന്ന ഒരു കാര്യമാണ്, ചൈൽഡ്ഹുഡ് ഫേസിലാണ് ഗോഡ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ മുഖത്ത് കാണാൻ പറ്റുക. അതായത് ഇപ്പോൾ ഒരു ചെറിയ കുട്ടീനെ നിങ്ങൾ കണ്ടോളൂ, ആ കുട്ടിയുടെ മുഖത്ത് നമുക്ക് എപ്പോഴും ഗോഡ്ലി പ്രസൻസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ആ കുട്ടി എപ്പോഴും ചിരിച്ചിട്ടാണ് ഇരിക്കുക, ആ കുട്ടിക്ക് ഒരിക്കലും ഉള്ളിൽ ഒരു ഈവിൾ തോട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് കാലം കഴിയുന്തോറും വലുതാവും തോറും നമ്മുടെ ഉള്ളിൽ ആ ഒരു സംഭവം ഇല്ലാണ്ടാവും, നമ്മൾ മുഖം ചിരിക്കില്ല. സോ അതുപോലെ തന്നെ കറപ്ഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മൾ പല പല വാർത്തകൾ, പല കറപ്റ്റായിട്ടുള്ള സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഉള്ളിലും വരും. അപ്പോൾ കണ്ടല്ലേ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ മാറും. അതുപോലെ മാറിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്ന ആൾ. അപ്പോൾ അവനെ ജീവിതം ഈവിളാക്കി മാറ്റി, ഭൂമിയിലുള്ള ലൈഫ് അവനെ ഈവിളാക്കി മാറ്റി. ഭൂമിയിലുള്ള നമ്മൾ പറയില്ല ലൗകിക സുഖങ്ങൾ അല്ലെങ്കിൽ കറപ്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി, കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അവനെ കറപ്റ്റായിട്ട് മാറ്റി. അവൻ ജനിച്ചതും ദൈവത്തിൻ്റെ മുഖമുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ്. എല്ലാവരും ജനിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ചേഞ്ച് വന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു തീം മാത്രമാണ് ഈ സ്റ്റോറിയിൽ പറയണത്. വേറെയും കുറച്ച് തീംസ് ഇതിൽ അനാലിസിസ് വരുന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് എസ്സേ ഒക്കെ എഴുതുമ്പോൾ എഴുതാം. ഓക്കെ, സമ്മറിയൊക്കെ എഴുതുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു തീമാണ് ഇന്നസെൻസ് ആൻഡ് കറപ്ഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത തീം തന്നെയാണ്. ഒരു ഇന്നസെൻസിൽ നിന്നിട്ടും മെല്ലെ കറപ്ഷനിലേക്ക് മാറുന്ന ഒരാളുടെ തീം പറയുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് റിഡംഷൻ. ഓക്കെ, ഒരു ആളുടെ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് മോഡലായിട്ടുള്ള ആൾ ഒരു പ്യുവർ ചൈൽഡ് നിന്നിട്ടും ഒരു ഈവിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കറപ്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് ട്രാൻസ്ഫോം ചെയ്യണത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കറപ്ഷനിൽ നിന്നിട്ടും അയാൾ നന്മയിലേക്ക് തിരിച്ച് കണ്ണീരോട് കൂടിയിട്ട് അത് ഓർക്കുന്നുമുണ്ട്. ലാസ്റ്റ് ഇയാൾ കണ്ണീരോട് കൂടിയിട്ട് അയാളുടെ ലൈഫ് ഓർക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, കണ്ട. അപ്പോൾ അതിനാണ് റിഡംഷൻ എന്ന് പറയുക. നമ്മൾ തെറ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഓർത്ത് നമ്മൾ മുന്നേ എങ്ങനെ ആയിരുന്നു എന്നുള്ള ചോട്ടനെയാണ് റിഡംഷൻ. ഒരുതരം ഫ്രീനെസ് എന്ന് പറയാം, ഫ്രീ ആക്കുക, അതിനാണ് റിഡംഷൻ എന്ന് പറയാം. അപ്പോൾ അതും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഡുവാലിറ്റി. ഓക്കെ, അതായത് നമ്മൾ പറയില്ലേ പ്യുവറായിട്ടുള്ള മുഖം തന്നെ ചിലപ്പോൾ ഒരു ഈവിളായിട്ടുള്ള മുഖവും ഉണ്ടാവാം. നമ്മുടെ പ്യുവർ ഫേസിൻ്റെ അപ്പുറത്ത് ഒരു ഈവിൾ ഫേസും ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അപ്പുറത്ത് സിന്നും ചെയ്യാം. അതാണ് ഡ്യുവാലിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ എന്നുള്ള തീം പറയുന്നത്. അതുപോലെ തന്നെ ആർട്ട് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് ലൈഫ്. നമുക്ക് കാണാൻ പറ്റും ഇതിൽ ആർട്ട് ബിക്കംസ് എ മീഡിയം ടു എക്സ്പ്ലോർ ഡീപ്പർ ട്രൂത്ത് അബൌട്ട് മൊറാലിറ്റി ആൻഡ് എക്സിസ്റ്റൻസ്. ഇയാളുടെ ലൈഫിൽ ആർട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് ഇയാൾക്ക് ഈ ആർട്ടിസ്റ്റ് കൊല്ലങ്ങൾ എടുത്തിട്ടാണെങ്കിലും ആ റിയൽ ഇമോഷനുള്ള മുഖം കിട്ടിയാൽ അയാൾ പെയിൻറ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ അയാൾ അത്രയും ആ ആർട്ടിനെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഇതിൽ അങ്ങനെയാണ് പറയണത്. അതുപോലെ തന്നെ ഹ്യൂമൻ കണ്ടീഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ കണ്ടീഷൻ്റെ സഫറിങ്സ്. ഇപ്പോൾ ജൂദാസിൻ്റെ ഫേസിൽ ഇയാൾ ഒരുപാട് സിന്നും സഫറിങ്ങും കണ്ടു, ഒരുപാട് ദുരിതങ്ങൾ കണ്ടു, അതേപോലെ തന്നെ ഒരുപാട് പാപങ്ങൾ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനുഷ്യൻ ഈ സൊസൈറ്റിയിൽ ജീവിച്ചിരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓരോ വയസ്സ് കഴിയുന്തോറും മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് മനുഷ്യനെ സഫർ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതും ഇതിൽ പറയണ ഒരു പ്രധാനമായിട്ടുള്ള തീമാണ്. ഓക്കെ.